ഓം ശാന്തി. സർവസങ്കൽപ്പങ്ങളിലും സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പിട്ട് എൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഈ ശരീരത്തിൽ വിരാജമാനായ ഞാൻ ഒരു ദിവ്യ ജ്യോതി ആത്മാവാണ്. ഞാൻ ആത്മാ ഈ ദേഹത്തിലെ ചൈതന്യമാണ്. എനിക്കു ചുറ്റും തേജസ്വി പ്രകാശത്തിൻ്റെ ആഭാമണ്ഡലമുണ്ട്. എൻ്റെ ഈ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേർപെട്ട് എൻ്റെ വീടായ പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. എൻ്റെ ദിവ്യപ്രകാശം മുഴുവൻ അന്തരീക്ഷത്തെയും പ്രകാശിപ്പിക്കുന്നു. ആകാശതത്വത്തെ മറികടന്ന് സൂക്ഷ്മവദനത്തെയും കടന്ന് ഞാൻ ജ്യോതിദേശമായ പരമധാമത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് എൻ്റെ സത്യമായ വീട്. പൂർണ്ണ പരമധാമത്തിലും ഗോൾഡൻ പ്രകാശം വ്യാപിച്ചിരിക്കുകയാണ്. സർവ ആത്മാക്കളും ഇവിടെ ജ്യോതിയെ പോലെ തിളങ്ങുന്നു. ഇപ്പോൾ എൻ്റെ മുന്നിൽ സാക്ഷാത് ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരി മഹാജ്യോതി ജ്ഞാനസൂര്യ ശിവബാബയുണ്ട്. നാലു ഭാഗത്തും ഗോൾഡൻ കിരണങ്ങളുടെ പ്രഭാമണ്ഡലമാണ്. പരം ജ്യോതിയുടെ പ്രകാശം മുഴുവൻ ലോകത്തിലേക്കും പ്രകാശകിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. ബാബയുടെ ശക്തികളും പ്രകാശവും മൂന്ന് ലോകത്തിലും സർവത്ര വ്യാപിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ പ്രകാശം സർവ ആത്മാക്കൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. സർവരെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്ന ബാബ പതിത പാവനനാണ്. അലയുന്ന നിഷ്കളങ്കരായ ആത്മാക്കളെ വീട്ടിലേക്ക് പോകാനുള്ള സന്ദേശം നൽകുന്ന ബാബ അങ്ങ് തന്നെയാണ് സത്യസത്യമായ വഴികാട്ടി. സൃഷ്ടി ഡ്രാമയുടെ രഹസ്യം ബാബ അങ്ങ് തന്നെ മനസ്സിലാക്കി തന്നു. കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതിയും രഹസ്യവും മനസ്സിലാക്കി തന്നു. ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സംഗമയുഗത്തിൽ ധരണിയിൽ അവതരിച്ച് സത്യഗീതാജ്ഞാനം നൽകി സത്യധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. എന്നെ പാവനമാക്കി പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ ഇപ്പോൾ എനിക്ക് സത്യമായ സന്ദേശവാഹകനായി സർവർക്കും വീട്ടിലേക്ക് പോകാനുള്ള സന്ദേശം നൽകണം. സർവരെയും പാവനമാക്കാനുള്ള സന്ദേശം നൽകണം. ഇപ്പോൾ ഞാൻ ആത്മാ ബാബയുടെ ആജ്ഞ സ്വീകരിച്ച് സർവ ആത്മാക്കൾക്കും പരമാത്മ സന്ദേശം നൽകാൻ പരമധാമത്തിൽ നിന്നും താഴേക്ക് വന്ന് ദിവ്യ ഫരിസ്തയുടെ രൂപത്തിൽ
വിശ്വത്തിന്റെ ഗ്ലോബിനു മുകളിൽ അവതരിക്കുന്നു. ഞാൻ ബാപ്പ് സമാനം സത്യമായ വഴികാട്ടിയായി, സന്ദേശവാഹകനായി എൻ്റെ ശക്തിശാലി മനസ്സിലൂടെ വിശ്വത്തിലെ നിഷ്കളങ്കരായ അലയുന്ന ആത്മാക്കൾക്ക് പരമാത്മാവിൻ്റെ സന്ദേശം നൽകുന്നു. എന്നിൽ നിന്നും പുറപ്പെടുന്ന സങ്കല്പങ്ങളുടെ അലകൾ വിശ്വത്തിലെ സർവ ആത്മാക്കളിലും ദൂരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഫരിസ്ത എൻ്റെ ശക്തിശാലി സങ്കല്പങ്ങളിലൂടെ സർവ ആത്മാക്കൾക്കും സന്ദേശം നൽകുകയാണ്. കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ സ്വയം ജ്ഞാനസാഗർ പരംപിത പരമാത്മാ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാ ആത്മാക്കളെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സത്യഗീത കേൾപ്പിച്ച് പാവനമാക്കി പാവന ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹേ ആത്മാക്കളെ, പരംപിത പരമാത്മാവിൽ നിന്നും ഗീതാജ്ഞാനം കേട്ട് പാവനമായി മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്തെടുക്കൂ. ഈ സന്ദേശം വിശ്വത്തിലെ ഓരോ ആത്മാക്കളിലും എത്തട്ടെ. ഞാൻ ആത്മാ, ഗോഡ്ലി മെസ്സഞ്ചർ, ഈ സന്ദേശം സർവരിലേക്കും എത്തിക്കുന്നു. ഞാൻ സത്യമായ വഴികാട്ടിയാണ്. ബാബയുടെ സന്ദേശവാഹകനാണ്. മുഖ്യമായത് പവിത്രതയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുന്നു. യോഗാഗ്നിയിലൂടെ വികർമ്മങ്ങൾ വിനാശമാക്കുന്നു. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. ഞാനിപ്പോൾ അച്ഛനെ ഓർമ്മിക്കുന്നു. രചനയുടെ ആദ്യ, മധ്യ, അന്ത്യത്തെ അറിയുന്നു. ഞാൻ വഴികാട്ടിയുടെ കുട്ടി വഴി പറഞ്ഞു കൊടുക്കുന്നു. ഒരു ബാബയുടെ മാത്രം പരിചയം നൽകുന്നു. ഇതിലൂടെ മനുഷ്യർ ആസ്തികരായി മാറുന്നു. ആരാണോ ഒരിക്കലും ശൂദ്രനായി മാറാത്തത് അവരാണ് സത്യമായ ബ്രാഹ്മണർ. അല്പം പോലും ദൃഷ്ടി പോകരുത്. അവസാനം കർമാതീത അവസ്ഥയുണ്ടാകുന്നു. ഞാൻ ആത്മാവാണ്. ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുകയാണ്. ഇത് പക്കയായി അഭ്യാസം ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സുഖം നൽകുന്നു, അഥവാ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. തെറ്റിൽ നിന്നും ശരിയാക്കി മാറ്റുന്നത് അച്ഛനാണ്. അതിനാൽ അച്ഛനെ ട്രൂത്ത് എന്ന് പറയുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഒരു ഭാഗത്ത് ദേവതകളും മറ്റൊരു ഭാഗത്ത് അസുരന്മാരുമാണ്. ബ്രാഹ്മണർ വികാരങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കാമവികാരത്തിനു മേൽ വിജയം നേടിയാൽ ജഗത് ജീത്താകുന്നു. ഞാൻ ആത്മാ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. വീണ്ടും പവിത്രമായി മാറണം. ഈ സന്ദേശം എല്ലാവർക്കും നൽകുന്നു. എന്നിൽ ബാബ ജ്ഞാനം നിറച്ചിരുന്നു. പിന്നീട് പ്രാലബ്ധം നേടി.
പിന്നെ ജ്ഞാനമില്ലാതായി. ഇപ്പോൾ വീണ്ടും ബാബ ജ്ഞാനം നിറച്ചു തരുന്നു. ഞാൻ പവിത്രാത്മാവായിരുന്നു. പിന്നീട് പാർട്ട് അഭിനയിച്ച് പതിതമായി മാറി. ഇപ്പോൾ വീണ്ടും പവിത്രമായി മാറണം. വീണ്ടും അതേ ദൈവിക പാർട്ട് അഭിനയിക്കണം. ഞാൻ സന്ദേശം മാത്രം നൽകുന്നു. ആദ്യം ആരാണോ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അച്ഛനെ അറിഞ്ഞു. സമ്പത്തിന്റെ അധികാരിയായി. മാതാപിതാവിൽ നിന്നും ജ്ഞാനമാകുന്ന പാൽ സ്വീകരിക്കുന്നു. സത്യമായ പവിത്ര ബ്രാഹ്മണനായി മാറണം. ഒരിക്കലും ശൂദ്രനാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് ബുദ്ധിയിൽ സൂക്ഷിക്കണം. ആസുരീയ ശീലങ്ങൾ ഇല്ലാതാക്കണം. സമ്പൂർണ്ണ പവിത്രതയാകുന്ന ഉയർന്ന ലക്ഷ്യം പ്രാപ്തമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. കാരണത്തെ നിവാരണം ചെയ്ത് ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാകുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കൂ. സർവശക്തികളുടെയും ഖജനാക്കളാൽ സമ്പന്നമായ സർവശക്തിവാന്റെ കുട്ടികൾ ദുഃഖത്തിന്റെ കാരണത്തെ ഇല്ലാതാക്കുകയും ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന പരിഹാര സ്വരൂപമാണ്. എല്ലാ സമസ്യകളും താങ്കളുടെ മുന്നിലേക്ക് കളിക്കാനായി വരുന്നു, ഭയപ്പെടുത്താനല്ല. മനോഭാവത്തെ ശ്രേഷ്ഠമാക്കുകയാണെങ്കിൽ പ്രവൃത്തി സ്വതവേ ശ്രേഷ്ഠമാകും. ഓം ശാന്തി.